ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി അപ്പമായിട്ടാണ്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത റവ ആയാലും വേണ്ടില്ല, വറുക്കാത്ത റവ ആയാലും കുഴപ്പമില്ല. അതിലേക്ക് ഒരു കപ്പ് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് 10 മിനിറ്റ് നേരം. ഇനി അതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളി ഒരു 3 എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ തക്കാളി, ഒരു ചെറിയ ക്യാരറ്റ്, 2 ടീസ്പൂൺ തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് ഒന്ന് മൊരി കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അതാ റവൊക്കെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. മിക്സിയുടെ ജാറിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളി കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചും കട്ട് ചെയ്തിട്ട് അതുപോലെ തക്കാളിയും കട്ട് ചെയ്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുത്ത് ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മിക്സിയുടെ ജാറിൽ 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് ഒരു സ്വല്പം മല്ലിച്ചപ്പ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ഭംഗിക്ക് ഇട്ട് കൊടുത്തതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു പാൻ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് വെള്ളപ്പച്ചട്ടിയാണ്. അതിലേക്ക് ഒരു തവി ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ അറകളൊക്കെ ഒന്ന് വരുമ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കാം. അത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, നന്നായി പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് എടുത്ത് മാറ്റി വെക്കാം. അതുപോലെ തന്നെ അടുത്തതും ഒരു തവി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല അറകളൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. അതും ഒന്ന് മൂടി വെച്ച് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതും നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അതിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ 4 ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഒരു ചമ്മന്തിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കറിയുടെ കൂടെ കൂട്ടി കഴിക്കാം. നല്ല രുചിയാണ്. ഞാൻ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയതാണ്, മല്ലിച്ചപ്പിട്ടിട്ട് അതിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്, നല്ല രുചിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.